അയൺ ഡോം ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലും നമ്മൾ ഒരുപാട് കേട്ട വാക്കാണത്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ശത്രുരാജ്യത്ത് നിന്ന് വരുന്ന മിസൈലുകളും റോക്കറ്റുകളും തങ്ങളുടെ രാജ്യത്ത് പതിക്കും മുമ്പ് തകർത്ത് കളയുന്ന ഒരു സംവിധാനമാണത്. ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ ഒരു അദൃശ്യമായ കവചം പോലെയാണ് അയൺ ഡോം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയൺ ഡോമിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 കാറ്റഗറികളിലായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ആദ്യത്തേത് ഒരു റഡാർ സംവിധാനവും രണ്ടാമത്തേത് ഒരു വെപ്പൺ കൺട്രോൾ സിസ്റ്റവുമാണ്. ഇത് മുഖേന ശത്രുവിൻ്റെ മിസൈലിൻ്റെ വേഗത, എവിടെയാണത് വീഴാൻ സാധ്യത എന്നിവ ട്രാക്ക് ചെയ്യുന്നു. അവസാനത്തേത് താമിർ മിസൈൽ ലോഞ്ചർ സിസ്റ്റമാണ്. അത് മുഖേന മിസൈലുകൾ അയച്ച് ശത്രുക്കളുടെ മിസൈലുകൾ അത് തകർത്ത് കളയുന്നു. അപ്പോൾ ആരെങ്കിലും ഇസ്രായേലിലേക്ക് മിസൈൽ മുഖാന്തരം ആക്രമണം നടത്തുകയാണെങ്കിൽ അയൺ ഡോമിലെ റഡാർ സിസ്റ്റം സദാസമയവും ആകാശത്തെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ മിസൈലിൻ്റെ വരവിനെക്കുറിച്ച് രണ്ടാമത്തെ വെപ്പൺ കൺട്രോൾ സിസ്റ്റത്തിന് സന്ദേശമയക്കുന്നു. അത് മുഖാന്തരം താമിർ മിസൈൽ ലോഞ്ചറുകളിലേക്കും സന്ദേശങ്ങൾ പോകുന്നു. താമിർ മിസൈൽ നേരെ ചെന്ന് ശത്രുവിൻ്റെ മിസൈലുകളെ തകർത്ത് കളയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നത് തന്നെയാണ്. ഒരു താമിർ മിസൈലിൻ്റെ ചിലവ് $50,000 ആണ്.